ഇന്നിപ്പോൾ ഞാൻ ലേക്ക് ഡിസ്ട്രിക്റ്റിലേക്ക് വന്നിട്ട് 4ാമത്തെ ദിവസമാണ് കേട്ടോ. ഇതിനു മുന്നേ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ മാഞ്ചസ്റ്ററിലേക്ക് പോവാണ്. ഞാൻ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമ്മളൊരു ബോർഡ് കണ്ടു. ഇവിടെയാണ് റൈഡൽ കേവ് ഉള്ളതെന്ന്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഇന്ന് പിന്നെ നമുക്ക് നല്ല അനുകൂലമായ കാലാവസ്ഥ ആയതുകൊണ്ടും കൂടി നമ്മളിന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഞാൻ വന്നിട്ട് ആദ്യത്തെ ദിവസം ഭയങ്കര മഴയായിരുന്നു. പിന്നെ ചെറുതായിട്ട് തണുപ്പും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ചെറുതായിട്ട് നമുക്ക് സൺലൈറ്റ് ഒക്കെ കാണാം കേട്ടോ. എന്നാൽ പിന്നെ ഇന്ന് കേവിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. സഡനായിട്ട് എടുത്തിട്ടുള്ള ഡിസിഷനാണ്. കാരണം നമ്മുടെ പ്ലാനിങ്ങിനില്ലായിരുന്നു കേട്ടോ ഈ കേവ് വിസിറ്റ് ചെയ്യുക എന്നത്. സംഭവം ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമാണെന്നൊക്കെ തോന്നിയെങ്കിലും അങ്ങോട്ട് കേവിലേക്കുള്ള നടത്തം ഉണ്ടല്ലോ ഭയങ്കര ദൂരമായിരുന്നു. സംഭവം മടുത്തു. എൻ്റെ ഒപ്പം നടക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞ ആളെ ഈ പോണേ. ശരിക്കും പറഞ്ഞാൽ നല്ല കുന്നും മലകളൊക്കെ കയറേണ്ടി വന്നു കേട്ടോ. അങ്ങ് അവിടെ എത്തണം, അതിൻ്റെ അപ്പുറത്ത് പോകണം. പിന്നെ ആ കുന്നും മലയൊക്കെ കയറി അങ്ങ് എത്തിയപ്പോൾ ഒരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കയറിയതിൽ ഉള്ള വിഷമം മാറിയത് ഇതൊക്കെ കണ്ടപ്പോഴായിരുന്നു കേട്ടോ. അങ്ങ് ദൂരെ മഞ്ഞ് വീണ് കിടക്കായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം ആ കേവിൻ്റെ ഉള്ളിലെത്തി കേട്ടോ. പിന്നെ ഈ കേവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാൻ മെയ്ഡ് കേവാണ്. അതായത് നമ്മൾ മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കിയ കേവാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല കൊത്തി കൊത്തി എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ആദ്യം ഒരു ക്വാറി ആയിരുന്നു കേട്ടോ. 19ാം നൂറ്റാണ്ടിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത്. പിന്നെ ഇതിനകത്തേക്ക് നല്ലോണം ഉറവ മേളിൽ നിന്ന് വീഴുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് നല്ലോണം കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് എക്കോ ഒക്കെ വരുന്നുണ്ടായിരുന്നു. സംഭവം നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതുണ്ടല്ലോ, ഇത് ശരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഒരുപാട് വലിയ കേവാണ്. ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. അതുപോലെ അതിൻ്റെ അടുത്ത് വേറൊരു കേവ് ഉണ്ടായിരുന്നു. ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഇത് കുറച്ച് ഡേഞ്ചർ ആണെന്നാണ് പറയുന്നത്. ഇത് മേളിൽ നിന്ന് പൊട്ടി വീഴാൻ. അതുപോലെ അതിൻ്റെ ഉള്ളിൽ കുറേ ജീവികളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഈ സ്ഥലം ഉണ്ടല്ലോ സൂപ്പറാണ്. നേരിട്ട് കാണണം അതിൻ്റെ ബ്യൂട്ടി നമ്മൾ അറിയണമെങ്കിൽ കേട്ടോ. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര നഷ്ടമായി പോയേനെ.